ആശമാർക്ക് ജനുവരി മാസത്തെ ഓണറേറിയം കുടിശ്ശിക കൂടി അനുവദിച്ച് സർക്കാർ. ഇതോടെ 3 മാസത്തെ കുടിശ്ശികയും സംസ്ഥാന സർക്കാർ തീർത്തു. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുന്ന ആശമാരുടെ കാര്യത്തിൽ സർക്കാരിന് കടുംപിടുത്തമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. എന്നാൽ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പശ്ചാത്തലത്തിൽ സമരം തുടരാനാണ് ആശമാരുടെ തീരുമാനം. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശമാരുടെ സമരം തുടങ്ങി 18ാം ദിവസമാണ് കുടിശ്ശിക പൂർണ്ണമായും തീർത്തുകൊണ്ടുള്ള സർക്കാർ നടപടി. ഇൻസെന്റീവിലെ കുടിശ്ശികയും കൊടുത്തു തീർത്തു. എന്നാൽ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആശമാരുടെ പ്രധാന ആവശ്യം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതിനാൽ സമരം തുടരുമെന്നും സമരക്കാർ. ജോലി ചെയ്ത കൂലി തന്നതിന് എന്ത് പറയാനാണ്, നമ്മള് ഇത് വർദ്ധിപ്പിക്കാന്നല്ലേ ആവശ്യപ്പെട്ടത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക, പെൻഷൻ അനുവദിക്കുക, ഇതാണ് നമ്മുടെ ഡിമാൻഡ്. സമരം ചെയ്യുന്ന ആശമാരുടെ കാര്യത്തിൽ സർക്കാരിന് കടുംപിടുത്തമില്ലെങ്കിലും സമരക്കാരുടെ പഞ്ചായത്തുകളിൽ അധികൃതരുമായി കൂടിയാലോചിച്ച് ബദൽ സംവിധാനം ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. നമുക്ക് ഇമ്മ്യൂണൈസേഷൻ ഒന്നും മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ, ഞാൻ പറഞ്ഞില്ല 7% താഴെ ആളുകൾ മാത്രം, അങ്ങനെയുള്ള ഇടങ്ങളിൽ ഇമ്മ്യൂണൈസേഷനോ അല്ലെങ്കിൽ മറ്റ് ഇങ്ങനെയുള്ള ഇടപെടൽ ആവശ്യമുള്ള ഇടങ്ങളിൽ അതിന് പകരം സംവിധാനം ഒരുക്കാൻ, അതായത് ആരോഗ്യ പ്രവർത്തകരെ ഉപയോഗിച്ചു പഞ്ചായത്തുമായിട്ട് ആലോചിച്ച് ബദൽ സംവിധാനം ഒരുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആശാവർക്കർമാരെ പിന്തുണച്ച് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സാംസ്കാരിക പ്രവർത്തകരും ഇന്നു രംഗത്തെത്തി. മീഡിയ 1 തിരുവനന്തപുരം.